കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രതികരിച്ച ഓർത്തഡോക്സ് സഭ. കോൺഗ്രസ് ജനത്തെ തോൽപ്പിക്കരുതെന്ന് സഭാ മാധ്യമ വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ യുഹനോൻ മാർ ദിയാസ് കോറസ് പറഞ്ഞു. ഒരു പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാവും നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ട കാര്യം ഇവിടെ ഇല്ലല്ലോ. ജനം തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു അലയൻസിനെ ജയിപ്പിച്ചെടുത്തു. ആ ജയിപ്പിച്ചെടുത്ത അവർ വേണം ആരാണ് മുഖ്യമന്ത്രിയാകുന്നു എന്ന് നിശ്ചയിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സഭയോ സമുദായമോ സംഘടനയോ അല്ലല്ലോ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നപ്പോൾ ആ പാർട്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ആ പാർട്ടി ഒരു തീരുമാനം എടുത്തു. അത് ശക്തമായ തീരുമാനമായിട്ട് തോന്നി. അതനുസരിച്ച് പ്രവർത്തിച്ചു. ആ തീരുമാനം കൃത്യമായി പാലിക്കാനായിട്ട് പാർട്ടി പഠിക്കുക. അതല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വിഷയമല്ല. നമ്മളൊരു പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളും മറ്റതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വീണ്ടും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. പക്ഷേ ഇവിടെ ഒരു പാരഡോക്സ് കാണുന്നുണ്ട്. പാരഡോക്സ് എന്ന് പറയുന്നത് മത്സരിക്കേണ്ട എംപിമാരും മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനമെടുത്തു. അതിനുശേഷം പിന്നെ ജയിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എംപിയുടെ പേര് കൂടി ഇതിനകത്ത് കേൾക്കുന്നു. നല്ലതായിരിക്കും പാർട്ടി എടുക്കുന്ന തീരുമാനം. പക്ഷേ ജനം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജനം ഒരു വിവേകമുള്ള ജനമായതുകൊണ്ട് ഇതിനെയൊക്കെ എങ്ങനെ കാണും എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ.